എന്നെ പോലെ തമിഴ്നാട്ടിലെ കുറിച്ച് മനസ്സിലുള്ള ചിത്രം ആരെങ്കിലും മാറ്റി വരയ്ക്കേണ്ടി വരുമോ? തമിഴ്നാട്ടിലെ കുറിച്ച് ചെറുപ്പം മുതലേ എന്റെ മനസ്സിലൊരു ചിത്രമുണ്ട്. ആ ചിത്രം ഒന്ന് തികച്ചും വ്യത്യസ്തമായി ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വന്ന ചില കാഴ്ചകളായിരുന്നു ഇപ്രാവശ്യം പോയ യാത്രയിൽ. ചെറുപ്പകാലത്ത് നമ്മള് നാട്ടിലേക്ക് പോവാന്ന് വെച്ചാൽ കൂടുതലും ട്രെയിനിലാണല്ലോ യാത്ര ചെയ്യുക. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടക്കൊക്കെ ഒരു പച്ചപ്പ് കാണുമെങ്കിലും കൂടുതലും കണ്ടിട്ടുള്ളത് വരണ്ട ഭൂമിയാണ്. അതേസമയം നമ്മുടെ കേരള ബോർഡർ അങ്ങോട്ട് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓ, എന്തൊരു പച്ചപ്പും ഹരിതാപമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ സമ്മർ ഹോളിഡേയ്സിൽ പോവാന്ന് പറയുമ്പോൾ സമ്മർ ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു പൊരിഞ്ഞ വെയിലും വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ടുള്ള ഒരു ബ്രൗൺ കളർ ആണോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ബട്ട് എനിവേസ്, ഇങ്ങനെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ടുള്ള ഒരു ചിത്രം എനിക്ക് തമിഴ്നാടിനെ കുറിച്ച്. പക്ഷേ ഇപ്രാവശ്യം ആണ് ഞാൻ ഡിസംബറിൽ അങ്ങോട്ട് നാട്ടിലേക്ക് അധികം പോയിട്ടില്ല. ഇപ്രാവശ്യം പോയപ്പോഴാണ് ഇത്രയും പച്ചപ്പും ഹരിതാവും തമിഴ്നാടിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ബാംഗ്ലൂർ ടു കേരള പൊള്ളാച്ചി ഷോളയാറ് വഴി പോയത് കൊണ്ടാണോ എന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്നെ പോലെ തമിഴ്നാട്ടിലെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്ന ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്നുവെച്ചാൽ ഒരു ബാല്യകാല മെമ്മറീസ് എന്ന് പറയാനായിട്ട് തമിഴ്നാട്ടിലെ കുറിച്ച് പിന്നീട് ആ യാത്രക്കിടയിൽ കണ്ട കാഴ്ചയാണ് ധാരാളം വിൻമിൽസ്, അതുപോലെ തന്നെ ഇഷ്ടം മാതിരി കൃഷി സംബന്ധപ്പെട്ട മിഷനറീസ് കുറെ അധികം. പിന്നെ ഒരു വനിതാ കൂട്ടം. വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ടീം. ഡ്രൈവറും ഹെൽപ്പറും ഒക്കെ പെണ്ണുങ്ങളാണ്. കൊള്ളാം, നമ്മുടെ ഇന്ത്യ ഏതായാലും മുന്നേറുന്നുണ്ട്. എങ്കിൽ തന്നെ ഈ ഡെവലപ്പിംഗ് തന്നെയാണോ വർഷങ്ങളായിട്ട് എപ്പോഴാണ് ഡെവലപ്ഡ് ആവാ അല്ലെ? നമ്മുടെ APJ അബ്ദുൽ കലാമിനോട് ഒരു വർഷം ഒരു സ്കൂളിലത്തെ വിദ്യാർത്ഥി ചോദിച്ച ഒരു ചോദ്യമാണിത്. അതെ, ഗൂഗിളേത് നോക്കൂ. ഞാൻ അത്ര ഇങ്ങോട്ട് പത്രം വായിക്കുന്നതോ അല്ലെങ്കിൽ GK ഉള്ളവരാണോന്നും അല്ല കേട്ടോ. ദിസ് ഇസ് ഗോഡ്സേ ഫ്രം ഗോഡ്സേസ് റോഷൻ മലയാളം. വീണ്ടും കാണാം.